ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണേ. അങ്ങനെ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഫ്രണ്ട് കതവൊക്കെ തുറന്നിട്ട് ഫ്രണ്ട് വശത്ത് പോയി കുറേ നേരം ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്നാൽ ശരിയാവത്തില്ലല്ലോ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അങ്ങനെ നേരെ എണീറ്റ് പല്ല് തേക്കാനുള്ള കാര്യത്തിലിട്ട് കടന്നു. അങ്ങനെ നേരെ പല്ല് തേക്കാനുള്ള പേസ്റ്റൊക്കെ എടുത്ത് ബാക്ക് വശത്തോട്ട് പോയി പല്ല് തേക്കാൻ തുടങ്ങി. അങ്ങനെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് മുഖം കഴുകലും ഒന്ന് ക്ലീനായി ഇനി അടുക്കളയിലോട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് അടുക്കള പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ തന്നെ മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് മാവിൻ്റെ ആ ഒരു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെളിയിൽ വെച്ചു. അതിനുശേഷം പിന്നെ നേരെ ചേട്ടനെ വിളിച്ച് ചേട്ടനെ കൊണ്ട് തന്നെ തേങ്ങയൊക്കെ പൊട്ടിപ്പിച്ച് ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ തിരുവാൻ തുടങ്ങി. അങ്ങനെ നേരെ തേങ്ങയൊക്കെ തിരുവി മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ അപ്പച്ചട്ടി ചൂടാക്കാൻ വച്ച് മാവൊക്കെ കലക്കി സെറ്റാക്കി അപ്പം ചൂടാൻ തുടങ്ങാം. ഇനി അപ്പച്ചട്ടിയിൽ മാവ് പെട്ടെന്ന് ഇളകി വരത്തില്ല, എന്നാലും നമുക്ക് നോക്കി വെക്കാം. പിന്നെ ഈ അപ്പച്ചട്ടിക്കൊരു കുഴപ്പമുണ്ട്, പഴയതായത് കൊണ്ടാവാം പെട്ടെന്ന് അപ്പമൊന്നും ഇളകി വരത്തില്ല, എന്നാലും നോക്കാം. അങ്ങനെ നല്ല രീതിക്ക് അടച്ചൊക്കെ വെച്ച് അടയ്ക്കാൻ വേറെ പാത്രമൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ഒരു തട്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ അപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇളകി വരുമെന്ന് നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ നോക്കി ഗൈസ്, അതിൽ നിന്ന് വിട്ട് വരുന്നില്ല. അപ്പോൾ എന്തിനാ വെറുതെ സമയം കളയുന്നത്. അപ്പോൾ ഞാൻ കരുതി ദോശക്കല്ലിൽ തന്നെ അപ്പം ചൂടാമെന്ന്. അങ്ങനെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അപ്പച്ചട്ടി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഗ്യാസൊക്കെ കത്തിച്ച് നമ്മുടെ ദോശക്കല്ലെടുത്ത് വെച്ചു. അങ്ങനെ ദോശക്കല്ലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് മാവ് ഒഴിച്ച് അപ്പം ചൂടാൻ തുടങ്ങി. അങ്ങനെ അപ്പം ആവുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്ക് ചമ്മന്തിയിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചിരകി മാറ്റി വെച്ച തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് തട്ടിക്കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ അപ്പത്തിൻ്റെ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം വെന്ത് വന്നപ്പോൾ ഞാൻ അതിനെടുത്ത് തിരിച്ചിട്ട് കൊടുത്തു. തിരിച്ചിടേണ്ട ആവശ്യമില്ല, എന്നാൽ ഞാൻ വെറുതെ ഒന്ന് ഇട്ടതിന് ശേഷം അപ്പം തന്നെ എടുത്ത് മാറ്റി. അതിനുശേഷം വീണ്ടും അടുത്ത അപ്പത്തിന് മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ അടുത്ത അപ്പം ആവുന്ന നേരം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി അതിലോട്ട് ശകലം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള ഐറ്റംസ് എല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണയും കടുകും കുഞ്ഞുള്ളിയും ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിനുശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മീതെ കുറച്ച് കറിവേപ്പിലയൊക്കെ തൂറ്റി ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ നേരത്തെ അപ്പമൊക്കെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കറിയും അപ്പവും ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് നമുക്കിനി പോയി കഴിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.